നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളെ ഹൂൻഹെ സീനിക് റിസർവ് ആട്ടോ, ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നുള്ള ആട്ടോ. ഇതൊരു കഫേ കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊരു മലമുകൾക്ക് കയറണം. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂവും ഒരു ലുക്കൗട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ട കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പാർട്ടാക്കി ഇടണേ. ഇത് കണ്ടില്ലേ സൈക്കിൾ ചവിട്ടി പോണത് അവിടെ. അങ്ങനെ ഒരുപാട് കിലോമീറ്റേഴ്സ് അങ്ങനെ ചവിട്ടി പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ നടന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ആ ചങ്ങായിയൊക്കെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഈ കാരം പോകുന്നുണ്ടാവുക. അത് എത്ര അങ്ങനെ ഒരു മലമുകളിലാണ്, അങ്ങോട്ടേക്കാണ് ഇത് സൈക്കിളിന് ചവിട്ടി പോകുന്നത്. അതേപോലെ നടന്ന് പോകുന്ന ആൾക്കാരുണ്ട്. നല്ല പ്രായമായ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകും. ഇവിടെ ഒന്നാമത് സേഫാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഹൂൻഹെ റിസർവ്ക്കാണ് കേട്ടോ നമ്മളെത്തി. ഇതൊരു ലുക്കൗട്ട് പോലെ തന്നെയാണ്. ഇതിൻ്റെ പേര് വേറെ എന്തോ ആണ് ആ ബോർഡുമേ കൊടുത്തു. പക്ഷേ ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തന്നാൽ ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ കാണിച്ചത്. നമ്മളൊരു 5 മിനിറ്റ് നിന്നിട്ടോ കേട്ടോ. ഈ കാണുന്ന ഈ വ്യൂ തന്നെ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ അടുത്തായിട്ട് വേറൊരു ലുക്കൗട്ടും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളാകെ 5 മിനിറ്റ് നിന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കാണാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലുക്കൗട്ട് പറഞ്ഞ് കാണിച്ചതാ, പക്ഷേ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുണ്ട്. ഇനിയിപ്പോൾ അതാണോ ഇതെന്ന് അറിയില്ല കേട്ടോ. ഗൂഗിൾ മാപ്പ് ചതിച്ചതാണോ എന്ന് അറിയില്ലേ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. നടന്ന് പോകണുണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഇവിടെ നോക്കിയൊരു ഗ്ലോബ് ഇങ്ങനെ നിൽക്കണ കാണിട്ട് ഒരു മലമുകളിൽ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗ്ലോബ്. ഭയങ്കര കാറ്റാട്ടോ. അതേപോലെ ക്ലൗഡിയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും വലിയ ക്ലിയർ ഒന്നും ഇല്ല. ഇവിടുന്ന് നോക്കിയാൽ ഈ ഗവർണേഴ്സ് ബാൻഡ് ഫുൾ വ്യൂ കാണും കേട്ടോ ഈ ലുക്കൗട്ട് നോക്കിയാൽ. പിന്നെ അതേപോലെ ലിറ്റിൽട്ടൺ ഹാർബറൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. പോണേ തമിഴ്നാട്ടിൽ കൂടെ ആന്ധ്രാപ്രദേശിൽ കൂടെ അവിടെ എത്തിയ ഫീലുണ്ടോ? ഇത് ന്യൂസിലാൻഡ് ഒന്നല്ലേ? നമ്മ കണ്ട ന്യൂസിലാൻഡ് ഇങ്ങനെ ഒന്നല്ലടാ. ഇതാണ് വീഡിയോ ഒന്നും കണ്ട് വിശ്വസിച്ച് വരരുത്. ഇപ്പൊ എന്തായി ഉള്ള പൈസയും പോയി. ഇതിലേറെ നോർത്ത എനിക്കിഷ്ടായത് ചെമ്മരിയാടുകളൊക്കെ ഉണ്ടട്ടാ. കറക്റ്റ് നിങ്ങൾ തന്നെ പറയും നോക്കിയാട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണേ? എവിടെ തമിഴ്നാടാണോ അതോ ന്യൂസിലാൻഡ് ആണോ അല്ലേ? മേ ബി വേറെ സീസണൊക്കെ നല്ല രസം ഉണ്ടാവും. പക്ഷെ എല്ലാരും സജസ്റ്റ് ചെയ്യല് സമ്മറിൽ പോവാന്നാണല്ലേ. സമ്മറിൽ ഈ ലുക്ക് കാണാനാണോ എല്ലാരും ഇതേക്കാരം ഇഷ്ടം? നമ്മളെ തമിഴ്നാട്ടും അതേപോലെ നോർത്ത് ഇന്ത്യ അധികം ഇതേ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. ഗുജറാത്ത് ആ ഭാഗമൊക്കെ. ന്യൂസിലാൻഡിലെ മരുഭൂമി കൂടെ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് അല്ലേ? ഞങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനില്ല. എന്തിനാ ഇത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് ഇത്ര റേറ്റ് കൊടുത്താണ് എനിക്ക് മനസ്സിലാവാത്ത ഈ സീസണിൽ അല്ലേ? ഒരു മനുഷ്യല്ലേ അവിടെ ഇവിടെ? കണ്ടോലാരും എന്തായാലും വരുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞാലേ എന്താവോ സൗത്ത് ഐലൻഡാണ് ഏറ്റവും ന്യൂസിലാൻഡിൽ കാണാൻ ഭംഗി എന്നൊക്കെ പറഞ്ഞു. സമ്മറിൽ നല്ല അടിപൊളി പറഞ്ഞ് നിന്നതാണ്. ഞാൻ കാണിച്ചു തരാം സമ്മറത്തെ കോലം. എനിക്കിത് കണ്ടിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ എത്തിയ ഒരു ഫീല്. ഫസ്റ്റ് ഡേ തന്നെ മൂഞ്ചി. നല്ല അടിപൊളി ട്രിപ്പാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയൊന്നും അറിയില്ല. ഇനിയിപ്പോ ഇവിടെ വിന്ററിലൊക്കെ ഇവിടെ മഞ്ഞുള്ള
ഞങ്ങളവിടുന്ന് നേരെ പോകുന്നത് അക്രോവയ്ക്കാട്ടോ. അക്രോവ എത്തിട്ടോ. ഇതാണ് അക്രോവ. ചെറിയൊരു വില്ലേജാണ്, പക്ഷെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞാനിങ്ങനെ നടന്നു പോയപ്പം കണ്ടാട്ടോ ഒരു വീട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു വീട്, 1880 ഉണ്ടാക്കിയ വീടാട്ടോ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന വീടാണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വീട്. എന്ത് ഭംഗിയാ നോക്കി, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേ. ആരും ഇഷ്ടപ്പെട്ടു പോണ ഒരു വീട്, നല്ല ഭംഗി. അതിൻ്റെ ഇതും നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടില്ല, അതാണ് കേട്ടോ 1880 ഉണ്ടാക്കിയത്. ഇപ്പോഴും താമസക്കാരുണ്ട്, ഓരാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഈ 2 അയൽവക്കക്കാരും ഈ വീടിൻ്റെ 2 അപ്പുറത്തുള്ള വീട്ടുകാരും ഇതേപോലെ ഗാർഡൻ ഒരുമിച്ച് സെറ്റ് ചെയ്താൽ തോന്നുന്നു. മത്സരമാണ് തോന്നുന്നു കണ്ടിട്ട്. സംഭവം ഇത് വീഡിയോയിൽ കാണുന്നേക്കാൾ രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ. ഈ പൂക്കളൊക്കെ വിരിഞ്ഞിക്കണേ. അതായത് അതിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു അയൽവക്കക്കാരാണ്. പക്ഷേ ഈ വീട് പുതിയ വീടാണ് തോന്നുന്നു. നല്ല ഇതിൽ നല്ലൊരു രസമുണ്ട് സെറ്റ് ചെയ്ത് കാണാൻ. ഇതാണ് ഒന്നുകൂടി രസം, പക്ഷെ അത് അത്രയും ഭയക്കണ്ടല്ലോ. ഇവിടെയുള്ള കഫേ ആയാലും ഭയങ്കര ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ. മിനിമലാണ്, പക്ഷെ ഭയങ്കര എസ്തെറ്റിക്കാണ്. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ. നമ്മൾ ശരിക്കും ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു വുഡ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത്, അത് കാണാൻ വന്നാട്ടോ. പക്ഷെ ഇവിടുത്തെ ഇങ്ങനെ എന്താ വീഡിയോയിൽ കാണുമ്പോൾ അത്ര രസമുണ്ട്, എത്രത്തോളം ചോർക്ക് കിട്ടുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വില്ലേജ് നല്ല ക്യൂട്ടായിട്ടുള്ള വില്ലേജ്. പിന്നെ തോനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടാത്തത്. പിന്നെ ഞാൻ 0.5 എടുക്കണത്. ശരിക്ക് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് ഈ വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്, പഴയ ബിൽഡിങ്സാണ് കൂടുതലുള്ളത് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ മഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, അത് എത്രയോ കാലം പഴക്കമുള്ള ബിൽഡിംഗ് ആട്ടോ. അതിൽ ജ്വല്ലറി ഒക്കെ ഉണ്ട് കേട്ടോ, ഗോൾഡും സിൽവറൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട്. പഴയ ബിൽഡിങ്സ് ആട്ടോ കൂടുതലുള്ളത് ഇവിടെ. നമുക്കിവിടെ ഡോൾഫിനെ കാണാൻ പറ്റും കേട്ടോ. ക്രൂസ് ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, അവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പം അത് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ഈ നേരെ കാണുന്നത് പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റ് കൊടുക്കും കേട്ടോ അവർ. അത് നല്ലൊരു ഉപകാരമാണ് ആളുകൾക്ക്, വരുന്ന ആളുകൾക്ക്. ഇനി നമുക്ക് ലൈറ്റ് ഹൗസ് ആട്ടോ കാണാനുള്ള അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യാം കേട്ടോ.